dear friends, it's Shalini and welcome to Easy English. So we are learning English through stories. So today it's story time. Before I start the story, ടീച്ചറിൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ? പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. നിങ്ങൾ ടീച്ചറിൻ്റെ വീഡിയോയിലുള്ള കാര്യങ്ങൾ പറയുന്ന ഓഡിയോ ടീച്ചറിന് അയച്ചു തന്നാൽ ടീച്ചർ കറക്ഷൻസും പറഞ്ഞു തരാം. സോ ബിഫോർ വി സ്റ്റാർട്ട് ദ സ്റ്റോറി, ലെറ്റ്സ് ലേൺ കപ്പിൾ ഓഫ് വേർഡ്സ്. കുറച്ച് വാക്കുകൾ പഠിച്ചാലോ? ബ്ലേസ്ഡ്, തീവ്രമായി ജ്വലിക്കുക. പാച്ച്ഡ്, വറ്റി വരണ്ടു. സ്പോട്ടഡ്, കണ്ടെത്തി. സൂപ്ഡ്, വേഗത്തിൽ ഇറങ്ങുക. a little, അല്പം. ലിറ്റിൽ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. a little, അല്പം. suddenly, അപ്രതീക്ഷിതമായി. pebbles, ഉരുളൻ കല്ലുകൾ. brim, വക്ക്, അറ്റം. quenched, ശമിപ്പിക്കുക, തൃപ്തിപ്പെടുത്തുക. will, ഇച്ഛ. so once again പറഞ്ഞേ: blazed, parched, spotted, souped, a little, suddenly, pebbles, brim, quenched, will. അപ്പൊ ഇത് ഏത് സ്റ്റോറിയിലെ വാക്കുകളാണ്? നമ്മളെല്ലാം കേട്ടിരിക്കുന്ന ദാഹിച്ചു വലഞ്ഞ കാക്കയുടെ കഥ. So it's a story about a thirsty crow. I'm going to tell you the story about the thirsty crow. One day, a thirsty crow was flying around in search of water. വെള്ളം അന്വേഷിച്ച് നമ്മുടെ കാക്ക, ദാഹിച്ച് തളർന്ന് വലഞ്ഞ കാക്ക പറക്കുകയായിരുന്നു. The sun blazed overhead. തലയ്ക്ക് മുകളിൽ സൂര്യൻ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. And the ground was parched. ഭൂമിയിൽ ഒരിറ്റ് വെള്ളമില്ല, എല്ലാം വറ്റി വരണ്ടിരിക്കുകയാണ്. എന്ത് ഭയാനകം അല്ലേ? The crow had been flying for hours. മണിക്കൂറുകളായി നമ്മുടെ കാക്ക ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. But it could not find even a drop of water. അല്പം വെള്ളം പോലും അതിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. The crow spotted a pot near a house. ഒരു കുടം നമ്മുടെ കാക്ക ഒരു വീടിന്റെ അരികിൽ കണ്ടെത്തി. The crow swooped down and looked inside. അത് വേഗത്തിൽ ഇറങ്ങി ആ കുടത്തിനകത്തേക്ക് നോക്കി. It saw only a little water at the bottom. ഏറ്റവും അടിയിൽ അല്പം വെള്ളം മാത്രം കണ്ടു. The crow tried to dip its beak. അതിന്റെ കൊക്ക് വെള്ളത്തിലോട്ട് ഇട്ട് വെള്ളം കുടിക്കാൻ ശ്രമിച്ചു. The crow tried to dip its beak into the pot but was not able to reach the water. വെള്ളം വരെ എത്താനായി പറ്റിയില്ല. Suddenly, it had an idea. നമ്മളെല്ലാം എന്താണ്, ഒരു പ്രശ്നം കാണുമ്പോൾ നേരെ ഒറ്റ തിരിച്ച് നടക്കുവാണ്. അതിനൊരു പരിഹാരം കാണാൻ നമ്മൾ ആരും ശ്രമിക്കാറില്ല. പക്ഷെ നമ്മുടെ കാക്ക തളർന്നില്ല, പിന്നോട്ട് പോയില്ല. നമ്മുടെ കാക്കയ്ക്ക് ഒരു ബുദ്ധി തോന്നി. The crow began to gather small pebbles. നമ്മുടെ കാക്ക കുറെ ഉരുളൻ കല്ലുകൾ കൂട്ടി. And dropped them one by one into the pot. ആ കുടത്തിനകത്തോട്ട് ഓരോ കല്ലുകളായിട്ട് നമ്മുടെ കാക്ക ഇട്ടു. The water level rose. വെള്ളം മുകളിലോട്ട് പൊങ്ങി വന്നു. And reached the brim. ആ കുടത്തിന്റെ അറ്റം വരെ എത്തി. The crow drank the water. കാക്ക വെള്ളം കുടിച്ച് and quenched its thirst. അതിന്റെ ദാഹം മാറ്റി. So നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളാണ്, അത് തോറ്റു കൊടുക്കാതെ അതിനുള്ള പരിഹാരം കാണാൻ നമുക്ക് കഴിയണം.
No matter what the challenges, എന്ത് പ്രശ്നമുണ്ടായാലും ഇറ്റ് വിൽ പാസ്. അത് മാറും. അതിന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, പരിശ്രമിക്കണം. ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ പരിശ്രമിക്കണം. അപ്പൊ ടീച്ചറിന്റെ കൂടെ പറഞ്ഞേ, നോ മാറ്റർ വാട്ട് ഐ വിൽ ഓവർകം. എന്ത് പ്രശ്നമുണ്ടായാലും ഞാൻ അതിനെ തരണം ചെയ്യും. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? Where there is a will, there is a way. എവിടെയാണ് നമുക്കൊരു ഇച്ഛയുള്ളത്, നമുക്ക് ഇച്ഛാശക്തി ഉള്ളത്, നമുക്ക് എന്ത് പ്രശ്നത്തിനും പരിഹാരം അല്ലെങ്കിൽ ഒരു വഴി കണ്ടെത്താൻ പറ്റും. അപ്പോ നമുക്കിനി ഇത് ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താലോ? ഇംഗ്ലീഷ് പറയുമ്പോൾ 1 day a thirsty അങ്ങനെയല്ല, രണ്ട് വാക്കുകൾ ചേർത്ത് പറയുക. 1 day a thirsty crow was flying around in search of water. The sun blazed overhead and the ground was parched. The crow had been flying for hours, but it could not find even a drop of water. The crow spotted a pot near a house. The crow swooped down and looked inside. It saw only a little water at the bottom. The crow tried to dip its beak into the pot, but was not able to reach the water. Suddenly, it had an idea. The crow began to gather small pebbles and drop them one by one into the pot. The water level rose and reached the brim. The crow drank the water and quenched its thirst. It flew away happily. So what is the moral of the story? Where there is a will, there is a way. So say along with me, no matter what the challenges, I will overcome. I will be the winner. Bye friends. So again, another video and I'll be back. You all have a great day. Bye.